ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ജെമിനൈ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡന്റ് സൈൻ, നക്ഷത്രം സൈൻ, ഇത് എല്ലാവർക്കും ഉള്ള മെസ്സേജ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല, ചിലപ്പോൾ ബാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ലൈഫിനെ മാച്ച് ചെയ്യണ സിറ്റുവേഷൻസ് ആക്സെപ്റ്റ് ചെയ്യുക, മറ്റേതൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവും. നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് നിങ്ങളുടെ എനർജി മാത്രം വെച്ചിട്ടാണ്, അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിംഗിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് നമ്മൾക്ക് നിങ്ങളുടെ റീഡിംഗിൽ കാണാം. അപ്പോൾ ജെമിനൈ എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി? ജെമിനൈയുടെ ഓവറോൾ എനർജി ഇപ്പോഴത്തെ 9 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജി നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്. നിങ്ങൾ രണ്ടാളുടെയും കറന്റ് സിറ്റുവേഷൻ ഇപ്പോഴത്തെ എന്താണ്? കറന്റ് സിറ്റുവേഷൻ നിങ്ങളുടെ നൈറ്റ് ഓഫ് സ്വോർഡ്സ്. അപ്പോൾ ജെമിനൈ, നിങ്ങളുടെ ഓവറോൾ എനർജി ഇവിടെ 9 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കണേ. 9 ഓഫ് വാൻഡ്സ് ഒരു ഡിഫെൻസീവ് എനർജിയാണ്. എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ മുമ്പേ കുറേ ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ, റിലേഷൻഷിപ്പിൽ, കരിയറിൽ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഈസി ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ഗിവ് അപ്പ് ചെയ്യണം എന്നില്ല. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ഹോപ്പുണ്ട്, എല്ലാം ഒരു ശരിയാവും എന്ന് നിങ്ങൾ അങ്ങനെ വിചാരിക്കണു. പക്ഷെ ഒരു പേടിയുണ്ട്. എന്താ വെച്ചാൽ ഇതിൽ ഇപ്പോൾ എന്താ ഉണ്ടാവാൻ പോണെന്ന് അറിയില്ല. നിങ്ങൾക്ക് കുറേ ഡിഫെൻസീവ് എനർജിയാണ്, പ്രൊട്ടക്റ്റീവ് എനർജിയാണ്. ഇവിടെ 4 ഓഫ് കപ്സ് ആണ് ഞാൻ കാണുന്നത്. അപ്പം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ അത്ര ഒരു എഫേർട്ടും ഇടില്ല മുമ്പത്തെ മാതിരി. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഈ റിലേഷൻഷിപ്പിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത മാതിരി ഒരു എനർജി. ജസ്റ്റിസ് ഉണ്ട് ഇവിടെ മാരേജിന്റെ എനർജി കാണാണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾ മാരീഡ് ആയിരിക്കാം. അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ആണ്. റീകൺസിലിയേഷൻ്റെ എനർജി ഇവിടെ കാണാണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ഇവരുടെ ഓവറോൾ എനർജിയിൽ ഞാൻ കുറേ ഒരു സ്ലോ മൂവിങ് എനർജിയാണ് കാണുന്നത്. ഒരു പുതിയ തുടക്കമുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം, ഒരു പുതിയ ബിഗിനിങ് വേണം, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അവർക്ക് സമയം എടുക്കണു, ഒരു തീരുമാനം എടുക്കാൻ സമയം എടുക്കണു. അതല്ല വെച്ചാൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു ധൃതിയൊന്നുമില്ല. അവർക്ക് കാര്യങ്ങൾ മെല്ലെ പോയാലും മതി, അങ്ങനത്തെ ഒരു എനർജിയാണ് അവർ അങ്ങനത്തെ ഒരു എനർജിയിലാണ്. ക്വീൻ ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. പക്ഷേ ഈ പേഴ്സൺ കുറേ സ്റ്റേബിളുമാണ്. കുറേ അവർ ഒരു പ്രാവശ്യം മനസ്സിൽ വെച്ചാൽ ആ പേഴ്സൻ്റെ കൂടെ എപ്പോഴും അവർ കമ്മിറ്റഡ് ഒരു എനർജിയിൽ തന്നെയാണ്. കമ്മിറ്റ്മെൻറ്റ് വൈസ് അവരുടെ കമ്മിറ്റ്മെൻറ്റ് ഒരു നല്ല 100% കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് അവരുടെ ഭാഗത്തിന്. നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ പക്ഷെ നൈറ്റ് ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പോൾ കറന്റ് സിറ്റുവേഷൻ ഞാൻ കാണുമ്പോൾ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ഇതിൻ്റെ മുമ്പേ ഒന്നും മുമ്പോട്ടേക്ക് പോകണ്ടായിരുന്നില്ല വെച്ചാൽ ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകാൻ തുടങ്ങും. കുറേ ഷോക്കിംഗ് ചേഞ്ചസ് ഞാൻ കാണുന്നുണ്ട്, വരാൻ പോകുന്നുണ്ട്. ഒരു ബ്രേക്കപ്പ് എനർജി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു പുതിയ തുടക്കമാണ് വരണേ. 2 ഓഫ് പെന്റിക്കിൾസ് ഇവിടെ കുറച്ചൊരു ഇൻസ്റ്റെബിലിറ്റിയുടെ എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷൻ ഇപ്പോൾ ഈ മാസത്തിൽ ഈ സിറ്റുവേഷൻ ഒരു സ്റ്റേബിൾ അല്ല. അപ്പോൾ എന്താ പാസ്റ്റിൽ ഉണ്ടായി? നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് പാസ്റ്റിൽ ഞാൻ കാണുന്നത് 7 ഓഫ് പെന്റിക്കിൾസ് ആണ്. അപ്പോൾ പാസ്റ്റിലും നിങ്ങൾ കുറേ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒരിക്കലും ഒരു സമയം ശരിയായിരുന്നില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എപ്പോഴും ബ്ലോക്സ് ഉണ്ടായിരുന്നു.
അപ്പോൾ നിങ്ങൾ കുറെ വെയിറ്റ് ചെയ്തു, രണ്ടാളും കുറെ പേഷ്യൻ്റ്ലി സിറ്റുവേഷൻ ശരിയാവും എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു. ഇവിടെ ഒരു പേഴ്സൺ കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്തോ ഇവിടെ ഞാൻ ഒരു തീരുമാനം എടുക്കണ എനർജി കാണുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിൽ തന്നെ ഞാൻ കാണുന്നത് എന്തോ നിങ്ങളൊരു ഡിസിഷൻ എടുത്തു, ഒരു തീരുമാനം എടുത്തു, ഒരു സ്റ്റാഗ്നന്റ് ഫേസിന് പുറത്തു വരണ എനർജി ഇവിടെ കാണാണ്ട്, ക്ലാരിറ്റി വരണ എനർജി കാണാണ്ട്. അപ്പോൾ പാസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ക്ലാരിറ്റി ഉണ്ടായിരിക്കണു. പക്ഷേ കറണ്ട് സിറ്റുവേഷൻ ആവുമ്പോഴേക്കും ഞാൻ കാണുന്നത് ആ ആക്ഷൻ എടുക്കാനുള്ള പേടി നിങ്ങളുടെ ഭാഗത്തിന്. അവർ റെഡിയാണ് ആക്ഷൻ എടുക്കാൻ. അപ്പോൾ നമ്മൾക്ക് നോക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് എന്താണ്. നിങ്ങളുടെ ഫീലിങ്സ് 9 ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് വേണം എന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊരു വിഷ് ഫുൾഫിൽമെന്റ് ആണ്. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഇതൊക്കെ ശരിയാവണേന്ന്. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സൺ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പേഴ്സന്റെ കൂടെ ഫ്യൂച്ചർ വേണം. ഈ പേഴ്സൺ ഒരു ടോറസ് വെർഗോ കാപ്രിക്കോൺ ആവാം. ഞാൻ കാണുന്നത് ഇവിടെ ഈ പേഴ്സന്റെ കൂടെ നിങ്ങൾക്കൊരു ഫാമിലി വേണം, കുട്ടികൾ വേണം. അപ്പോൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് എനർജിയാണ് കാണുന്നത്. ഈ പേഴ്സണെ കുറിച്ച് നിങ്ങൾ സീരിയസ് ആണ്. പക്ഷെ എവിടെയോ ഈ സിറ്റുവേഷനിൽ ഒരു ഓണസ്റ്റി ഇല്ല. ഇവിടെ എന്തോ ഒരു സിറ്റുവേഷനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ല. അതല്ല വെച്ചാൽ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ആക്ഷൻ എടുക്കാത്തതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു സെൽഫ് സാബോട്ടാജ് എനർജി കാണാണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടായിട്ടും ഈ ഫീലിങ്സ് ഒക്കെ ഉണ്ടായിട്ടും ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ഈ പേഴ്സന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 10 of wands ആണ്. അവർ ആക്ച്വലി കുറെ ടയേർഡാണ്. ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു കുറെ സമയം വരെ, ഒന്നും നടന്നില്ല. ഇപ്പോൾ അവർക്ക് അത്ര പേഷ്യൻസ് ഇല്ല. ഇപ്പോൾ അവർക്ക് ഒരു പുതിയ തുടക്കം വേണം എന്നുണ്ട്. അവരുടെ മനസ്സിലും കുറെ കാര്യങ്ങൾ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അതിൻ്റെ ബാഗേജും ഉണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ അവർക്ക് തുറന്ന് സംസാരിക്കണം എന്നുണ്ടാവും. ചില സീക്രറ്റ്സ് ഒക്കെ പുറത്തു വരാൻ പോകുന്നുണ്ട്. ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവർ തുറന്ന് സംസാരിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ 10 of swords ഉണ്ട്. ബിട്രയൽഡ് എനർജിയാണ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ മുമ്പും നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു വെച്ചാൽ അതിലും ഞാൻ പറഞ്ഞ മാതിരി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ എന്താ വെച്ചാൽ ഇവിടെ ഒരു ബിട്രയലും കാണാണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും നിങ്ങൾ അവരെ ചതിച്ചു, നിങ്ങൾ അവരെ ചീറ്റ് ചെയ്തു. അപ്പോൾ അതൊക്കെ അവർക്ക് നിങ്ങളോട് സംസാരിക്കണം എന്നുണ്ട്, തുറന്ന് കാര്യങ്ങൾ ക്ലിയർ ആക്കണം എന്നുണ്ടാവും. നിങ്ങളുടെ ഇന്റൻഷൻ ഇവിടെ എന്താ വെച്ചാൽ 3 of cups. നിങ്ങളിവിടെ ഒരു റീകൺസിലിയേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ നോക്കണത് എന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ റീകൺസിലിയേഷൻ ഉണ്ടാവണം എന്നാണ് നിങ്ങൾ പ്ലാൻ ചെയ്യണത്. ഇന്റൻഷൻ അങ്ങനെയാണ്. ഈ പേഴ്സന്റെ ഇന്റൻഷനും ക്ലാരിറ്റി വേണം, അവർക്ക് ഒരു ഹാപ്പി എൻഡിങ് വേണം. അപ്പോൾ രണ്ടാളുടെയും ഇന്റൻഷൻ പോസിറ്റീവ് ആണ്. ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോണത് 6 of cups. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ നിങ്ങൾ റീകൺസിലിയേഷന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കും. നിങ്ങൾ ആ പേഴ്സണെ അപ്രോച്ച് ചെയ്യും. ഈ പേഴ്സന്റെ ആക്ഷൻ 10 of pentacles. ഇവരും അങ്ങനെ തന്നെ ഒരു എനർജിയിലാണ്. പക്ഷെ ഇവിടെ ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അപ്പോൾ മേ ബി ഫാമിലി ഇവിടെ ഇൻവോൾവ് ആണ് വെച്ചാൽ അവർ ഫാമിലി മെമ്പേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ടായിരിക്കും ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നുണ്ടാവുക. ഞാൻ കാണുന്നത് ഇവിടെ ഒരു ട്രാവൽഡ് എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഫിസിക്കലി സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ ഈ പേഴ്സൺ ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. എന്താണ് ഇവിടെ ഔട്ട്കം ഞാൻ കാണുന്നത് എംപറർ. അപ്പോൾ ഇവിടെ ഏരീസ് എനർജി ഉണ്ട്. 8 of cups. ഇവിടെ ഈ സിറ്റുവേഷനിൽ ഒരു ഹാപ്പി എൻഡിങ് ആയിരുന്നില്ല എന്ന് വെച്ചാൽ കുറെ ഒരു ഡിസപ്പോയിന്റിങ് എനർജീസ് ആണ് കാണുന്നത്. നിങ്ങൾ രണ്ടാളും ഹാപ്പി ആയിരുന്നില്ല. ഈ സിറ്റുവേഷനിൽ കുറെ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് വന്നു പോയി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. പ്രാക്ടിക്കലായി നിങ്ങൾ കൂടുതൽ പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കാൻ തുടങ്ങിയത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലും പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് കൂടുതൽ. ഇമോഷൻസ് നിങ്ങൾ അത്ര തുറന്ന് ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതല്ല വെച്ചാൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷന്റെ കാരണം ആ ഇമോഷണൽ ഡിസ്റ്റൻസ് വന്നു നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയിരിക്കണു. അപ്പോൾ എന്തോ ഒരു കംപ്ലീഷൻ ഉണ്ട്, ഒരു പുതിയ തുടക്കമുണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ശരിക്കും ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ റീകൺസിലിയേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് അത് നിങ്ങളുടെ ഡിസിഷൻ ആവണം. ഓക്കെ, എന്താ വെച്ചാൽ ഇവിടെ ഇത് കഴിഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി വരും. പക്ഷെ അത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റീനെ എങ്ങനെയാ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത്
നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് എങ്ങനെയും വേണമെച്ചാൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ് പറയണേ? ഒറക്കിൾ മെസ്സേജ് മേക്ക് ദ എഫേർട്ട്. അപ്പോൾ യൂണിവേഴ്സും പറയണത് എന്താ വെച്ചാൽ കുറച്ച് എഫേർട്ട് ഇടാനാണ് ഈ റിലേഷൻഷിപ്പിൽ. ഗ്രേറ്റ് ലവ് ഇസ് വർത്ത് ടേക്കിംഗ് ദ സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക്. അപ്പോൾ യൂണിവേഴ്സിനെ നിങ്ങളെ ഗൈഡ് ചെയ്യണു, ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടാൻ പറയണു. വർത്ത് വെയിറ്റിംഗ് ഫോർ. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയണത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തത് അത് വർത്ത് വെയിറ്റിംഗ് ഫോർ ആയിരുന്നു. ഡിവൈൻ ടൈമിംഗ് ആണ് ഇവിടെ കാണുന്നത്. ചിൽഡ്രൻ, യുവർ ലവ് ലൈഫ് ഇസ് ബീങ് എഫക്റ്റഡ് ബൈ ചിൽഡ്രൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുട്ടികളുണ്ട് വെച്ചാൽ കുട്ടികളുടെ കാരണം കുറച്ചൊരു സമയം കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ടാവും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാഷൻ, അതിൻ്റെ കാരണം കുറച്ച് പാഷൻ കുറഞ്ഞുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇഷ്യൂസ്, പ്രാക്ടിക്കൽ ഇഷ്യൂസ് ആണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് ലിയോ ഉണ്ട്, ലീബ്ര ഉണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ കുറേ കാണാറുണ്ട്. ഓക്കെ, ഏരീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സൈൻസ് ഇവിടെ കാണാണ്ട്. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.